ഹലോ എല്ലാവർക്കും നമസ്കാരം. മെറി ക്രിസ്മസ് ഇൻ അഡ്വാൻസ്. അപ്പം ക്രിസ്മസൊക്കെ എത്തിട്ടുമായി എല്ലാ ഡെക്കറേഷൻസൊക്കെ ഇട്ടോ, ട്രീ ഒക്കെ ഇട്ടോ, കാരൽ പാട്ടുകാരൊക്കെ എത്തിയോ? ഇവിടെയും ക്രിസ്മസ്, എവിടെയും ക്രിസ്മസിൻ്റേതായ ഡെക്കറേഷൻസാണ്. എല്ലാ റോഡുകളിലും കടകളിലും മാളുകളിലും വീടുകളിലും എല്ലാം ക്രിസ്മസ് ഡെക്കറേഷൻസാണ്. അങ്ങനെ ക്രിസ്മസിൻ്റെ എല്ലാ വൈബ്സും എല്ലായിടത്തും ഉണ്ട്. പിന്നെ അപ്പോൾ ക്രിസ്മസിന് എന്താണ് സ്പെഷ്യൽ ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നത്? അപ്പം ഞാൻ ഇപ്രാവശ്യം ഫ്രൈഡ് റൈസും ജംബോ പ്രോൺസ് ഫ്രൈയുമാണ് ലഞ്ചിന് ഒരുക്കാൻ ഉദ്ദേശിച്ചിരിക്കുന്നത്. അപ്പോൾ ഞാൻ ഒന്ന് സാമ്പിൾ ഉണ്ടാക്കി നോക്കി. അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ ആണ് ഞാൻ നിങ്ങൾക്ക് ഇടുന്നത്. അങ്ങനെ പലരും എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഒന്ന് ഇട്ട് തരണമെന്ന്. ഞാൻ നേരത്തെ ഇട്ടിട്ടുണ്ട്. ഞാൻ ഈ പറഞ്ഞതുപോലെ ഓരോ പ്രാവശ്യവും ഫ്രൈഡ് റൈസ് ഉണ്ടാക്കുമ്പോൾ ഓരോ രീതിയിലാണ് ഉണ്ടാക്കുന്നത്. ഇങ്ങനെ ഒരു സ്പെഷ്യൽ ഒരു ഫിക്സ്ഡ് ഒരു രീതി എനിക്കില്ല. അന്നേരം ഉള്ള വെജിറ്റബിൾസും അന്നേരം എനിക്ക് തോന്നുന്ന പോലെയൊക്കെയാണ് ഞാൻ ഉണ്ടാക്കാറുള്ളത്. അപ്പോൾ ഞാൻ ഇന്നുണ്ടാക്കിയത് ഭയങ്കര ടേസ്റ്റായിരുന്നു. അപ്പോൾ അതാണ് ഞാൻ നിങ്ങൾക്കിടുന്നത്. അതുപോലെ ഇതിന് നല്ലൊരു കോമ്പിനേഷനായി ഈ പ്രോൺസ് ഫ്രൈ കേട്ടോ, ജംബോ. ആ പ്രോൺസ് ഫ്രൈ ഞാൻ ചെയ്യുന്ന ഒരു സ്പെഷ്യൽ രീതിയിലാണ്. അത് ഞാൻ ഇടാം. അതും ഞാൻ നേരത്തെ ഇട്ടിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നത്. അപ്പം ആ ഫ്രൈയും കൂടെ കൂട്ടി വേണം കഴിക്കാനായിട്ട്. അതുപോലെ ഈ ഫ്രൈഡ് റൈസ് ഉണ്ടാക്കിയിട്ട് അതിൻ്റെ മുകളിലൊരു പീനട്ടിൻ്റെ ഒരു ഡെക്കറേഷനുണ്ട്. ആ പീനട്ട് നമ്മൾ എണ്ണ വളരെ ഒന്ന് 2-3 ഡ്രോപ്പ് ഒഴിച്ചിട്ട് ഈ പീനട്ട് നന്നിട്ട് വറുക്കുക. ഇങ്ങനെ പൊട്ടുന്ന പോലത്തെ ഒരു ശബ്ദം വരുന്ന സമയത്ത് അത് ഓഫ് ചെയ്തിട്ട് അതിനകത്തേക്ക് കുറച്ച് ഉപ്പ് പൊടിയിടുക. അതിന് ശേഷം കുറച്ച് കരിയാപ്പിലയും കൂടി ഇടുക. എന്നിട്ട് നല്ലൊരു പേപ്പറിലേക്ക്, നമ്മുടെ ടിഷ്യൂ പേപ്പറിലേക്ക് അത് നിവർത്തിയിട്ടിട്ട് അതിനകത്തേക്ക് കുറച്ച് മുളക് പൊടിയും കൂടെ ഇട്ട് നന്നായിട്ട് അവിടെ വയ്ക്കുക. മൂടാതിരിക്കുക. എന്നാൽ മാത്രമേ ആ ക്രിസ്പിനെസ് കിട്ടുള്ളൂ. നമ്മൾ വിളമ്പുന്ന സമയത്ത് അതിൻ്റെ മുകളിലേക്ക് ഈ പീനട്ടങ്ങ് നിരത്തിയിടുക. അപ്പോഴത്തേനും നല്ല ടേസ്റ്റാണ് അത് കേട്ടോ. ആ ഉപ്പും എരിവും എല്ലാം കൂടി ഒരു ഭയങ്കര ടേസ്റ്റാണ്. അപ്പോൾ ഇപ്രാവശ്യത്തെ ക്രിസ്മസ് അടിപൊളിയാകട്ടെ. എല്ലാവിധ ആശംസകളും നേർന്നുകൊള്ളുന്നു. അങ്ങനെ 2025 നമ്മളിൽ നിന്ന് ബൈ പറയാൻ പോവുകയാണ്. അപ്പം നല്ലൊരു 2026 നമുക്ക് ദൈവം തരട്ടെ. ഈ ഒരു വർഷക്കാലം ദൈവം നമ്മളെ ക്ഷമമായി പാലിച്ചല്ലോ. ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് അടുത്ത വർഷം നമുക്ക് തുടങ്ങാം. ഓക്കെ, ബായ്. അപ്പോൾ നമുക്ക് എൻ്റെ കിച്ചണിലേക്ക് പോയാലോ? വരൂ, കാണിക്കാം. 2 കിലോ ബസ്മതി റൈസ് വെള്ളത്തിൽ അരമണിക്കൂർ കുതിർത്തി വയ്ക്കുക. ആവശ്യമുള്ള വെജിറ്റബിളൊക്കെ എടുത്ത് വയ്ക്കുക. അരമണിക്കൂറിന് ശേഷം അത് വെള്ളം ഊറ്റിക്കളഞ്ഞ ശേഷം ഒരു പാനിലേക്ക് കുറച്ച് ബട്ടർ ഇട്ട് ചൂടാകുമ്പോൾ ഈ റൈസ് അതിനകത്തിട്ട് ഒന്ന് ചെറുതായിട്ട് ഫ്രൈ ചെയ്തെടുക്കുക. വലുതായിട്ട് ഫ്രൈ ചെയ്യേണ്ട, ഒന്ന് ചെറുതായിട്ട് ഒരു 5 മിനിറ്റ് ഫ്രൈ ചെയ്തെടുക്കുക. അതിന് ശേഷം ആവശ്യത്തിന് ഒരു ഗ്ലാസ്സിന് 1.5 ഗ്ലാസ് വെള്ളം തിളച്ച വെള്ളം ഒഴിച്ച് നന്നായിട്ട് വേവിച്ച് മൂടി വയ്ക്കുക. ആവശ്യമുള്ള പച്ചക്കറികൾ എടുത്ത് വയ്ക്കുക. സെലറി, ക്യാപ്സിക്കം, ക്യാബേജ്, ക്യാരറ്റ്, ഇത്രയും സാധനമാണ് ഞാൻ എടുത്ത് വയ്ക്കുന്നത്. അതെല്ലാം അരിഞ്ഞു വെച്ചിരിക്കുന്നതുകൊണ്ട് ക്യാബേജ്, ക്യാപ്സിക്കം, സെലറി ആൻഡ് ക്യാരറ്റ്. അപ്പോൾ ആദ്യം നമ്മൾ പാനിൽ ഒലിവ് ഓയിൽ ഒഴിച്ചിട്ട് ചൂടാക്കിയ ശേഷം ക്യാരറ്റ് ഇട്ട് വേവിക്കുക. ഒരു 2-3 മിനിറ്റ് കഴിയുമ്പോൾ അടുത്ത വെജിറ്റബിൾസ് എല്ലാം, അതായത് ക്യാപ്സിക്കം, ക്യാബേജ്, ബാക്കിയുള്ള എല്ലാ വെജിറ്റബിൾസും അതിനകത്തിട്ട് ഒരു 5-6 മിനിറ്റ് വഴറ്റുക. വലുതായിട്ട് വേണ്ട, ചെറുതായിട്ട്. അതിനുശേഷം ലാസ്റ്റ് 2 ചിക്കൻ ബ്രസ്റ്റ് ഞാൻ വേവിച്ച് വെച്ചിട്ടുണ്ട്. അന്ന് ഷ്രെഡ് ചെയ്തിട്ട് അതും ഇടുക. അതും ഒന്ന് ചൂടായി കഴിയുമ്പോഴേക്കും അതിലേക്ക് നമ്മൾ ആവശ്യമായതിനുള്ള കുരുമുളക് പൊടി ഇടുക. പിന്നെ അതിനകത്തേക്ക് കുറച്ച് സോയ സോസും കൂടി ഒഴിച്ച് വയ്ക്കുക. ഞാൻ ഈ കിക്കോമാൻ്റെ സോയ സോസാണ് ഉപയോഗിക്കുന്നത്. അതും ഒന്ന് ചൂടായി കഴിയുമ്പോഴേക്കും നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന ചോറ് ഇതിനകത്തേക്കിട്ട് ഒന്നും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്യുക. കുറച്ചും കൂടെ സോയ സോസ് നമ്മൾ ഇതിനകത്തേക്കിടും. ആദ്യം നമ്മൾ വെള്ളം ഒഴിച്ചപ്പോൾ ആ വെള്ളത്തിനകത്ത് ഉപ്പുള്ളതായിരുന്നു. അതുകൊണ്ട് ആവശ്യത്തിന് നോക്കിയിട്ട് സോയ സോസ് ഒഴിക്കുക. എന്നിട്ടെല്ലാം കൂടെ മിക്സ് ചെയ്ത് റെഡിയാക്കി വയ്ക്കുക. അതിന് മുകളിൽ ഡെക്കറേറ്റ് ചെയ്യാനായിട്ട് കുറച്ച് പീനട്ട്സ് കുറച്ച് എണ്ണയിൽ വറുത്ത് അതിന് മുകളിൽ ഡെക്കറേറ്റ് ചെയ്തിടുക. വളരെ ടേസ്റ്റിയാണ്.
വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു ഫ്രൈഡ് റൈസാണിത്. ഇതിൻ്റെ കൂടെ നല്ല ജംബോ പ്രോൺസ് വറുത്തതും കൂടെ ചേർത്ത് കഴിക്കുക. ഇഷ്ടപ്പെട്ടുവെങ്കിൽ അഭിപ്രായങ്ങൾ അറിയിക്കുക. നന്ദി, നമസ്കാരം. പ്രോൺസ് വറുക്കുന്നത് ഒരു സ്പെഷ്യൽ രീതിയിലാണ്. അത് ഞാൻ അടുത്ത വീഡിയോയിൽ കാണിച്ചു തരാം. എല്ലാവരും അത് നോക്കി ഒന്ന് ഫ്രൈ ചെയ്ത് നോക്കുക. അടിപൊളിയാണ് കേട്ടോ.